നമുക്കുള്ള വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന +2 ഫിസിക്സിൻ്റെ AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിലെ NCERT എക്സസൈസ് സൊല്യൂഷൻസ് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 8 ക്വസ്റ്റ്യനാണുള്ളത്. ആ 8ഉം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമുക്ക് ഏറ്റവും തൊട്ടുമുമ്പ് EMIയിൽ ചെയ്ത പോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടെങ്കിൽ പറ്റില്ല. കാരണം 8ഉം ബോർഡ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ലെവലേ ഉള്ളൂ. അവസാനത്തെ 2 ക്വസ്റ്റ്യനാണ് കുറച്ചുകൂടി ലെവൽ ഉണ്ടെന്ന് തോന്നുന്നത്. അതായത് കുറച്ച് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ അതും പഠിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പെട്ടെന്ന് നോക്കി നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ 100 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു എ 220 volt, 50 Hz AC സപ്ലൈ. എൻ്റെ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ടും. ബി പാർട്ട്: വാട്ട് ഈസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിളും. ഇതൊരു ആവറേജ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ ആദ്യത്തെ നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ബോർഡ് എക്സാമിന് നിർബന്ധമായിട്ടും അങ്ങനെ ACയിലെ എല്ലാ പ്രോബ്ലംസും ബോർഡ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ലെവൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫുള്ള് തന്നെ പഠിക്കണം. ഞാൻ ഫുള്ള് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം 6 തന്നിട്ടുണ്ടായിരുന്നു. 6ൻ്റെ വാല്യൂ എത്രയാണ്? 100 ohm ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്ന കാര്യമാണ് VRMS. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്ന വോൾട്ടേജ് VRMS ആണെന്ന് നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് തരൂല. നമ്മളതായൊന്ന് മനസ്സിലാക്കി എടുക്കണം. VRMS 220 volt. എന്നിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എ പാർട്ട് ചോദിക്കുന്നത് കറണ്ടിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് IRMS ഈക്വൽ, അതാണ് പഠിച്ചു നോക്കേണ്ടത്. IRMSൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V0/√2. അതല്ല റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അപ്പോൾ അതിനനുസരിച്ച് മാറും. റെസിസ്റ്ററിൻ്റെ കേസിൽ IRMSൻ്റെ ഇക്വേഷൻ VRMS ഡിവൈഡ് ബൈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ്. ഇൻഡക്ടർ ആണെങ്കിലോ ഇൻഡക്ടർ റെസിസ്റ്റൻസ് വരും. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ VRMS/R. അപ്പോൾ VRMS എത്രയാണ്? VRMS 220. അപ്പോൾ ഒരു ബേസ് ക്വസ്റ്റ്യൻ ആണ്. 220 ഡിവൈഡ് ബൈ R. ആറിൻ്റെ വാല്യൂ 100 ohm. അത് ബോർഡ് എക്സാം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു മോഡലിൽ നിന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 7.1 എന്ന് പറഞ്ഞാൽ അപ്പോൾ 220, അപ്പോൾ 00 കട്ടി 22/10 എന്നുണ്ടാവും. 22/10 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 2.2 ആംപിയർ എന്നുണ്ടാവും. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എ പാർട്ട്. ദെൻ ബി പാർട്ട് എന്താണ് ചോദിച്ചത്? ആവറേജ് പവർ ആണ് ചോദിച്ചത്. റെസിസ്റ്ററിൻ്റെ AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുന്ന ആവറേജ് പവറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് പവർ AC വോൾട്ടേജ് റെസിസ്റ്റർ അപ്ലൈ ചെയ്ത ആവറേജ് പവർ വാല്യൂ എത്ര അറിയാത്തവരാണെങ്കിൽ ആ നോട്ട് ചെയ്യണം. VRMS × IRMS ആണ്. VRMS × IRMS. VRMS എത്രയാണ്? 220. IRMS ഇപ്പോൾ കിട്ടി 2.2. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 220 × 2.2. മസ്റ്റ് സ്റ്റഡി ന്യൂമറിക്കൽ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ആൻസർ ഈസ് 484 വാട്ട് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ 7.1 എന്ന് പറയുന്ന ACയിലെ ആദ്യത്തെ NCERT എക്സസൈസിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണ് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 7.2 ഇങ്ങനെയാണ്. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട്: ദ പീക്ക് വോൾട്ടേജ് ഓഫ് ആൻ AC സപ്ലൈ ഈസ് 300 volt. വാട്ട് ഈസ് ദ RMS വോൾട്ടേജ് എന്നും. ബി പാർട്ട്: ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ആൻ AC സർക്യൂട്ട് ഈസ് 10 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ പീക്ക് കറണ്ട്. ഇത് അതിനേക്കാൾ ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം ആയിപ്പോയി അല്ലേ. കാരണം നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം, ഏത് ഭാഗത്തു നിന്ന് നമ്മൾ പീക്ക് വോൾട്ടേജ്, RMS വാല്യൂ, RMS തന്നിട്ട് പീക്ക് കണ്ടുപിടിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ കോമ്പണൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആദ്യം നമുക്ക് തന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് തന്നു. അതായത് ഈ ക്വസ്റ്റ്യനിൽ V0 തന്നിട്ടുണ്ടായിരുന്നു 300 volt എന്ന്. എന്നിട്ട് അവർ ചോദിച്ചെന്താണ്? VRMS ചോദിച്ചു അല്ലേ. അപ്പോൾ VRMS നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ VRMS V0 തന്നിട്ട് VRMS ചോദിച്ചു കഴിഞ്ഞാൽ VRMS = ആരാണ്? V0 ഡിവൈഡഡ് ബൈ √2. ബേസിക് പ്രോബ്ലം, ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. VRMS V0 എത്രയാണ്? 300 ഡിവൈഡ് ബൈ √2 വോൾട്ട്. കഴിഞ്ഞു. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ദെൻ ബി പാർട്ട് നേരെ തിരിച്ചിട്ടായിരുന്നു. കറണ്ടിൻ്റെ IRMS തന്നു അല്ലേ. RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് തന്ന. IRMS = 10 ആംപിയർ ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് ചോദിച്ചത്. അപ്പോൾ I0 കണ്ടുപിടിക്കണം. അപ്പോൾ IRMSും I0 തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ I0 IRMS ആരാണ്? I0/√2. അപ്പോൾ I0 ആരാണ്? IRMS × √2. IRMS × √2. IRMSൻ്റെ വാല്യൂ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 10. സോ ആൻസർ വിൽ ബി 10 × √2. √2ൻ്റെ വാല്യൂ 1.414 ആണെന്ന് പറയുന്ന കുട്ടികൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് അടിച്ചാൽ കിട്ടും 14.14 ആംപിയർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. കഴിഞ്ഞുടാ. ഇത്രയേ ഉള്ളൂ 7.2 എന്ന് പറയുന്ന ആ സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് തേർഡ് വൺ ഏതാണെന്ന് നോക്കാം.
ഡാ 7.3 ഇങ്ങനെയാണ് എ 44 മില്ലി ഹെൻറി ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട് 50 ഹെർട്സ് എ സി സപ്ലൈ ഡിറ്റർമിൻ ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. മക്കളെ ഇത് ഓൾറെഡി ബോർഡ് എക്സാമിന് പ്രീവിയസ് ഫ്രം NCERT എക്സസൈസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താ നമ്മൾ ഇൻഡക്ടറിലേക്ക് കളിക്കുകയാണ് അല്ലേ, AC വോൾട്ടേജ് ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്ത പ്രോബ്ലം ആണ്. അപ്പോൾ ക്വസ്റ്റിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഗിവൺ ദാറ്റ് അടിക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് 44 മില്ലി ഹെൻറി ആണ്. ഞാൻ കയ്യോടെ ഹെൻറിയിലേക്ക് മാറ്റുന്നുണ്ട്. ഹെൻറി എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ SI യൂണിറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. 44 × 10⁻³ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ദാറ്റ് ഈസ് VRMS എന്ന് എടുക്കാനുള്ള ബുദ്ധി കാണിക്കണേ. VRMS = 220 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻഡക്ടറിലേക്ക് AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IRMSൻ്റെ ഇക്വേഷൻ എന്താ? IRMS = VRMS ബൈ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ XL, നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ക്ലിയർ ആണോ? ഇനി കപ്പാസിറ്റർ ആണെങ്കിൽ VRMS ബൈ ഇവിടെ കപ്പാസിറ്റർ റെസിസ്റ്റൻസ് വരും. റെസിസ്റ്റർ ആയിരുന്നുവെങ്കിലോ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ ചെയ്തു 7.1 ചെയ്ത പോലെ. ക്ലിയർ ആണ്? അപ്പോൾ അത് മനസ്സിലാക്കണം, ഏതാ കോമ്പോണൻ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി IRMS = VRMS നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. VRMS നമുക്ക് അറിയാം എത്രയാണ്, 220 വോൾട്ട് ആണെന്ന് അറിയാം. ബട്ട് XL തന്നിട്ടില്ല. അപ്പോൾ XL നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സലിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഇതാണ് പറയുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ റിവൈസ് ചെയ്യൂടാം. XL = ആരാണ്? L ഒമേഗ /റബ്ബയാണ്. XL = L ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് നമ്മൾ കൊടുത്തേക്ക്. XL = L, എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 44 × 10⁻³ ആണ് വരിക. ഓക്കെ, കളറിന് ചേഞ്ച് ചെയ്യാം. 44 × 10⁻³ ഇൻറ്റു ഒമേഗ. ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ഫ്രീക്വൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 50 ഹെർട്സ് ആണ്. അപ്പോൾ ഒമേഗ എത്രയാണ്? 2π × 50. അതാ അറിയിക്കണേ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ആണ്, അത് അറിഞ്ഞിരിക്കുക. ഇവിടെ ആണ് 50 ഹെർട്സ്. അപ്പോൾ 2 × 3.14 × 50 ദാറ്റ് ഈസ് 314. അതിപ്പോൾ മനസ്സിലാക്കുക. ന്യൂവിൻ്റെ വാല്യൂ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 314 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ XLൻ്റെ വാല്യൂ കിട്ടും. ഇതെടുത്തിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടി. അപ്പോൾ IRMS = ആര് വരും? VRMS എന്ന് പറയുന്ന 220 ഡിവൈഡഡ് ബൈ ഇത്രയും വാല്യൂ. ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം എത്രയാണ് ആൻസർ കിട്ടും നോക്കാം. ബാക്കി ഇത്രയേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ 7.3 എന്ന് പറഞ്ഞാൽ എന്താണ്? AC വോൾട്ടേജ് ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന IRMS ആണ്. സ്വാഭാവികമായിട്ട് ഒരു ആവറേജ് പവർ കൂടി നോർമലി നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ആവറേജ് പവറിൻ്റെ വാല്യൂ കൂടി ഞാൻ പറയുകയാണ്. ഇൻഡക്ടറിൻ്റെ കേസിലെ ആവറേജ് പവർ എത്രയാണ്? കൺസ്യൂംഡ് അവർ ഫുൾ സൈക്കിൾ 0 ആണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ചോദിച്ചിട്ടില്ല എങ്കിലും. നെക്സ്റ്റ് നമുക്ക് 7.4 എന്താണെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ 60 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 110 വോൾട്ട് 60 ഹെർട്സ് AC സപ്ലൈ ഡിറ്റർമിൻ ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. തൊട്ട് മുമ്പ് AC ഇൻഡക്ടറിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ ഇത് കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യനാണെങ്കിൽ നേരെ തിരിച്ചിട്ടല്ല. AC വോൾട്ടേജ് അപ്ലൈ ടു കപ്പാസിറ്റർ ആണ് 7.4 എന്ന് പറഞ്ഞാൽ. ഗിവൺ ദാറ്റ് ഇവിടെ നേരത്തെ ഇൻഡക്റ്റൻസ് തന്നതിന് ഇവിടെ കപ്പാസിറ്റൻസ് തന്നു. C = 60 × 10⁻⁶, കാരണം 60 മൈക്രോഫാരഡ് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ തന്നിട്ടുണ്ടായത് RMS വോൾട്ടേജ് തന്നു. കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്ക് 110 വോൾട്ടാണ് മിക്കവാറും ഉണ്ടാവുക. ഇവിടെ ഫ്രീക്വൻസി ശ്രദ്ധിക്കണേ, നോട്ട് 50 ഹെർട്സ്, ഇവിടെ 60 ഹെർട്സ് ആണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ 314 എന്ന് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നു IRMS ചോദിച്ചു. അപ്പോൾ IRMS എന്താ? കപ്പാസിറ്റർ ആകുമ്പോൾ IRMS = VRMS ഡിവൈഡ് ബൈ, ഞാൻ തൊട്ട് മുമ്പ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി, ക്ലിയർ ആയി വിചാരിക്കുന്നു. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് XC. എന്താണ് മക്കൾ XC എന്ന് പറഞ്ഞാൽ? XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അവൻ്റെ SI യൂണിറ്റ് ഒന്ന് പഠിച്ചു നോക്കണം, ഓമാണ്. XC = 1/C ഒമേഗ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ XCന് വരും 1/C ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IRMSൻ്റെ ഇക്വേഷൻ എന്താണാവുക? VRMS ഡിവൈഡഡ് ബൈ 1/C ഒമേഗ എന്ന് പറഞ്ഞാൽ VRMS × C ഒമേഗ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് VRMS × C ഒമേഗ വാല്യൂസ് ഒക്കെ ഒന്ന് മൈൻഡിലുണ്ടാവണം. VRMS × C ഒമേഗ. അപ്പോൾ IRMS = ആരാ? VRMS × C ഒമേഗ. വാട്ട് ഈസ് VRMS ഹിയർ? VRMS 110 ആണ്. ഇൻറ്റു C എത്രയാണ്? 60 മൈക്രോഫാരഡ്, ദാറ്റ് ഈസ് 60 × 10⁻⁶ ആണ്. വാട്ട് ഈസ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ, ദാറ്റ് ഈസ് 2 × 3.14 × ന്യൂ. ഇവിടുത്തെ ന്യൂ എത്രയാണ്? 60 കഴിഞ്ഞു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലാതെ വെറുതെ പോയിട്ട് ഡിവൈഡ് ഒന്നും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ VRMS × C ഒമേഗയാണ് IRMS ഇൻ കേസ് ഓഫ് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് 7.4 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. തൊട്ടുമ്പോൾ 7.3. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന്
എനിക്ക് ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? AC വോൾട്ടേജ് അപ്ലൈ ടു എ കപ്പാസിറ്ററാണ്, മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് 7.5 ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ തൊട്ടും പറഞ്ഞ പോലെ ഇവിടെയും ആവറേജ് പവർ എത്രയാണ്? 0 0 0 കേട്ടോ. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ആവറേജ് പവർ എത്രയാണ് വരിക? 0 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 7.5 എന്താണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇൻ എക്സസൈസസ് 7.3 ആൻഡ് 7.4 വാട്ട് ഈസ് ദ നെറ്റ് പവർ അബ്സോർബ്ഡ് ബൈ ഈച്ച് സർക്യൂട്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ, എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അവർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7.3 ഇൻഡക്ടറിൽ ആവറേജ് പവർ 0 ആണ്, 7.4 കപ്പാസിറ്റർ ആണ്, തൊട്ട് മുമ്പ് അതിലും ആവറേജ് പവർ 0 ആണ്. കാരണം അവിടെ അവിടെ കേസ് വരുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ഓക്കെ, കോസ് 90 ആണ്, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 5 ആണ്. അവിടെ ആൻസർ എത്രയാണ് വരിക? ഓക്കെ, കോസ് 90 0 ആണ്. അപ്പോൾ ആ ഒരു പവർ, ഇവർ തമ്മിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് അവിടെ പവർ 0 ആണ്. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡക്ടറിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്നും കപ്പാസിറ്ററാണ് കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്നും പറയില്ലേ, അതാണ് ആ ഒരു കേസിൽ ആൻസർ 0 ആവാൻ കാരണം കേട്ടോ. ഇവിടെ 7.6 ഇങ്ങനെയാണ്. എ ചാർജ്ഡ് 30 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 27 മില്ലി ഹെൻറി ഇൻഡക്ടർ. വാട്ട് ഈസ് ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻസ് ഓഫ് ദ സർക്യൂട്ട് എന്നാണ് 7.6 ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. 7.6 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.6ൽ നമ്മൾക്ക് ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും തന്നെ നമുക്ക് ഒന്ന് ആദ്യം എഴുതി നോക്കാം. സീൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. സി 30 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 30 മൈക്രോ ഫാരഡിനെ 30 × 10⁻⁶ ഫാരഡ് എന്ന് എഴുതാം. അതുപോലെ എല്ലിൻ്റെ വാല്യൂ തന്നു, ഒരു വ്യക്തത ഒരു 27 എന്നൊക്കെയാണ് തന്നത്, 27 മില്ലി ഹെൻറി എന്തോ ആവട്ടെ, നമുക്ക് തന്നത് അതുപോലെ എഴുതിയേക്കാം. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, LC സർക്യൂട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് മക്കൾ. അവിടെ ഒരു ഒമേഗേൻ്റെ ഇക്വേഷൻ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ റെസൊണൻസിൽ വരുമ്പോഴും ആംഗുലാർ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഒമേഗ = 1/√LC. മസ്റ്റായിട്ട് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഒമേഗ = 1/√LC കഴിഞ്ഞില്ല. ഇതായത് ഈ വാല്യൂസ് ഒന്ന് കൊടുക്കുക, കഴിഞ്ഞു. ഓക്കെ, ഒമേഗ = 1/√LC. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ അറിയുന്ന കുട്ടിക്ക് എല്ലും സിയും തന്നു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ, ഇത് LC ഓസിലേഷൻ എന്നാണ് വിളിക്കേണ്ട ആ ടോപ്പിക്കിനെ. ഒമേഗ = 1/√LC. എല്ലിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 27 ബാക്കി ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടി നിങ്ങളിലേക്ക് ഞാൻ തരികയാണ്. 27 × 10⁻³ സീൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത്? 30 മൈക്രോ ഫാരഡ്. ദാറ്റ് ഈസ് 30 × 10⁻⁶. മക്കളെ ഇതൊന്ന് ചെയ്തേക്ക്. എന്നിട്ട് എത്രയാണ് ഒമേഗ വരിക? ഡാഷ് റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കമൻറ്റ് ചെയ്തേക്കുക 7.6 ആയിട്ട്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ 7.6 എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ഒമേഗ = 1/√LC എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻ ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. ഓക്കെ, LC സർക്യൂട്ടിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി വരിക. നെക്സ്റ്റ് നമുക്ക് 7.7 രണ്ട് ക്വസ്റ്റ്യൻ കൂടെയുള്ളത്. 7.7ഉം 7.8ഉം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് R = 20 ohm, L = 1.5 ഹെൻറി ആൻഡ് C = 35 മൈക്രോ ഫാരഡ് ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി 200 വോൾട്ട് AC സപ്ലൈ. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ഈക്വൽസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്, വാട്ട് ഈസ് ദ ആവറേജ് പവർ ട്രാൻസ്ഫേർഡ് ടു ദ സർക്യൂട്ട് ഇൻ 1 കംപ്ലീറ്റ് സൈക്കിൾ എന്നുള്ളതാണ് 7.7. 7.7ൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. 7.7ലേക്ക് തന്ന കാര്യങ്ങൾ, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നു 20 ohm. ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം, ഡോൺ വറി. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. L = കോൺസെപ്റ്റ് സിംപ്ലി പറഞ്ഞുതരാം. L = 1.5 ഹെൻറി ആണ്. സീൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 35 മൈക്രോ ഫാരഡ് എന്ന് തരുന്നുണ്ട്. ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി ഓഫ് 200 വോൾട്ട്. ദാറ്റ് ഈസ് VRMS തന്നു 200 വോൾട്ട്. അവിടെ വേരിയബിൾ ഫ്രീക്വൻസി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് അവിടെ പറഞ്ഞ കാര്യമാണ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ഈക്വൽസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. ഇത് എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഈ കാര്യം ഓർമ്മയുണ്ടാവും. ഇത് പറയുമ്പോൾ അത് വരുന്നുണ്ട്, ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം സപ്ലൈ ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ള ആ കോൺസെപ്റ്റ് എപ്പോൾ മാത്രമേ ആവുള്ളൂ മക്കളെ? പറഞ്ഞേക്ക്. ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ്. റെസൊണൻസിലാണ് സപ്ലൈ ഫ്രീക്വൻസി. ഇത് അറിയാത്ത കുട്ടിക്ക് ടഫാണ്, ഇത് അറിയുന്ന കുട്ടിക്ക് ഈസിയാണ്. സപ്ലൈ ഫ്രീക്വൻസി ഈക്വൽ ടു, ഇത് നോട്ട് ചെയ്ത് നോക്കണം, ഇത് നോട്ട് ചെയ്ത് നോക്കണം മക്കൾ, നോട്ട് ചെയ്ത് നോക്കണം. സപ്ലൈ ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് കണ്ടതിന് ഉറപ്പിച്ചോ. സർക്യൂട്ട് ഈസ് ഇൻ റെസൊണൻസ് ആണ്. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ. അങ്ങനെയാണ് റെസൊണൻസിൽ ആവറേജ് പവറാണ് അവർ ചോദിക്കുന്നത്, അത്രയേ ഉള്ളൂ. റെസൊണൻസിൻ്റെ കേസിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് പവർ ഇസ് ഈക്വൽ ടു VRMS ഇൻറ്റു, കാരണം നമുക്ക് കോമ്പോൻ്റെ കേസ് അറിയാം,
LCR സർക്യൂട്ട് ഒരു കോംബോ വരുമ്പോൾ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ അതാ VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. അതായത് റെസൊണൻസ് വരുമ്പോൾ അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐ തിങ്ക് നമ്മൾ ഹാഫ് ഇയർ എക്സാമിന് മറ്റോ ചോദിച്ചിട്ടുണ്ട്. പവർ ഫാക്ടർ റെസൊണൻസിൽ പവർ ഫാക്ടർ എത്രയാണ്? ദാറ്റ് ഈസ് യൂണിറ്റി. നോട്ട് ചെയ്ത് വെച്ച മക്കൾ, നോട്ട് ചെയ്ത് വെച്ച വൺ വേർഡ് വരാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് അത്. ഇതിൻ്റെ ഇടയിൽ അതും കൂടി പറയാം. ഓക്കെ, റെസൊണൻസിൽ പവർ ഫാക്ടർ എത്രയാണ്? 1 ആണ്. അതായത് cos phi. ഇവിടെ ശരിക്കും പറഞ്ഞാൽ cos phi കൂടിയുണ്ട്. ആ cos phiൻ്റെ വാല്യൂ 1 ആയിട്ട് മാറി. അപ്പോൾ VRMS ഇൻറ്റു IRMS സംഭവം സെറ്റായി. അപ്പോൾ VRMS എത്രയാണ്? 200 വോൾട്ട് ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? IRMS കണ്ടുപിടിക്കുക. അപ്പോൾ മറ്റൊരു കോൺസെപ്റ്റ് കൂടെ അവിടെ കിട്ടും. എങ്ങനെയാണ് IRMS കണ്ടുപിടിക്കുക? റെസൊണൻസിൽ IRMS നമുക്കറിയാം LCR സർക്യൂട്ട് കോംബോ വരുമ്പോൾ IRMSൻ്റെ ഇക്വേഷൻ എന്താ? VRMS/Z ആണ്. നമ്മൾ തൊട്ട് മുമ്പ് റെസിസ്റ്റർ ആകുമ്പോൾ VRMS/R, ഇൻഡക്ടർ ആകുമ്പോൾ VRMS/XL, കപ്പാസിറ്റർ ആകുമ്പോൾ VRMS/XC എന്ന് വിളിച്ചു. പക്ഷേ ഇതൊരു കോംബോ ആകുന്ന സമയത്ത് IRMS = ആരാണ്? VRMS/Z. പക്ഷേ ഇവിടെ റെസൊണൻസിൽ Z = ആരാണ് മക്കളെ? R അല്ലേ? ഓക്കെ, ഇംപിഡൻസ് എന്തായിട്ട് മാറൂടാ? R ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നല്ലേ അതിലൂടെ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയോ തന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനല്ലേ അവർ നോക്കുന്നത്? VRMSൻ്റെ വാല്യൂ വേണം. ഓക്കെ, അതായത് എല്ലിൻ്റെയും സിൻ്റെയും വാല്യൂ വേണ്ട. അപ്പോൾ IRMS എന്ത് വരുമെന്ന്? VRMSൻ്റെ വാല്യൂ എത്രയാണ്? VRMSൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നത് 200 ഡിവൈഡ് ബൈ R. ഓക്കെ, Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് ആകുമ്പോൾ Z Rന് ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 200/20 ദാറ്റ് ഈസ് 10 ആംപിയർ ആണ് ആൻസർ വരിക. അതായത് ആൻസർ അല്ല, IRMSൻ്റെ വാല്യൂ 10 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പവറാണ്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനിൽ പവറിൻ്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ ആവറേജ് പവർ VRMS എത്രയാ? 200 ഇൻറ്റു IRMS എത്രയാ? 10. ഇപ്പോൾ 200 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി 2000 വാട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇവിടെ രണ്ട് കോൺസെപ്റ്റുകളാണ് വന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി ഈക്വൽസ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക സർക്യൂട്ട് റെസൊണൻസ് ആണ്. സർക്യൂട്ടിൽ കൂടി മാക്സിമം കറണ്ട് ഒഴുകുകയാണ്. സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മിനിമം ആവുകയാണ്. ഈ കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ആ cos phi പവർ ഫാക്ടറിൻ്റെ വാല്യൂ യൂണിറ്റി ആകും. സോ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ എന്താവും? VRMS ഇൻറ്റു IRMS എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ VRMSൻ്റെ ക്വസ്റ്റ്യനിൽ തന്നു. IRMS എന്ന് പറഞ്ഞാൽ VRMS/Z ആണ്. റെസൊണൻസ് ആകുമ്പോൾ Z = R ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ 7.7 നിങ്ങൾക്ക് നൈസായിട്ട് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുള്ള എന്ത് ഡൗട്ടാണ് മക്കൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ബോർഡ് എക്സാം ലെവലിൽ നിർബന്ധമായിട്ട് പഠിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇത് പ്രീവിയസ് വന്നിട്ടില്ലെങ്കിലും നിങ്ങളത് പഠിച്ചിട്ട് മാത്രം പോയേക്ക്. ഓക്കെ, 7.8 എന്താണെന്ന് നോക്കാം. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ACയിലെ ഇൻസൈഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഗർ 7.17 ഷോസ് എ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി 230 വോൾട്ട് സോഴ്സ്. എന്നിട്ട് എല്ലിൻ്റെ വാല്യൂ 5 ഹെൻറി ആണ്. C 80 മൈക്രോ ഫാരഡ് ആണ്. R 40 ഓം ആണ്. ഫിഗർ 7.17 ഒക്കെ തന്നിട്ടുണ്ട്. എ പാർട്ട് ഡിറ്റർമിൻ ദ സോഴ്സ് ഫ്രീക്വൻസി വിച്ച് ഡ്രൈവ്സ് ദ സർക്യൂട്ട് ഇൻ റെസൊണൻസ് ആണ്. സിംപ്ലി പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ബി പാർട്ട് ഒബ്റ്റെയിൻ ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് അറ്റ് ദ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. നമുക്ക് നോക്കാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ഡൗട്ട് അടിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സി പാർട്ട് ഡിറ്റർമിൻ ദ RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ 3 എലമെൻറ്റ്സ് ഓഫ് ദ സർക്യൂട്ട്. കഴിഞ്ഞില്ല, ഇത് മൂന്നിലും RMS വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇപ്പോൾ RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ടോ ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ LC കോമ്പിനേഷൻ ഈസ് 0 അറ്റ് ദ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. നല്ലൊരു റൈറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. ക്വസ്റ്റ്യൻ കണ്ടിന് പേടിക്കേണ്ട ആവശ്യമില്ല. സർക്യൂട്ട് കാര്യങ്ങളൊക്കെ അവർ തന്നോട്ടെ. അപ്പോൾ അതിൽ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. L = എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നു? 5 ഹെൻറി ആണ് തന്നിട്ടുണ്ട്. സീൻ്റെ വാല്യൂ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 80 മൈക്രോ ഫാരഡ്. ആ കയ്യോടെ ഫാരഡിലേക്ക് മാറ്റുകയാണ് മക്കളെ. 80 × 10⁻⁶ ഫാരഡ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നു. 40 ഓം ആയിരുന്നു ആ സർക്യൂട്ടിൽ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന RMS അവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് VRMSൻ്റെ വാല്യൂ 230 വോൾട്ട് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള NCERTയിൽ 7.8 തന്നിരിക്കുന്നത്. എന്നിട്ട് 3 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എ പാർട്ട് ചോദിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കാനാണ് അവർ ചോദിക്കുന്നത്? എ പാർട്ട് ചോദിക്കുന്നത് ഡിറ്റർമിൻ ദ സോഴ്സ് ഫ്രീക്വൻസി വിച്ച് ഡ്രൈവ്സ് ദ സർക്യൂട്ട് ഇൻ റെസൊണൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്നുള്ള കോൺസെപ്റ്റ് ഓർമ്മിക്കുക. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ന്യൂ കണ്ടുപിടിക്കാം. ഒമേഗ = 1/√LC ആണ്. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ഐ തിങ്ക് മോഡൽ ഹാഫ് ഇയർ എക്സാമിന് ഇത് വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒമേഗ = 1/√LC. ഓക്കെ, റെസൊണൻസ് ഫ്രീക്വൻസി കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/√L. എല്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ 5 ആണ്. സീൻ്റെ വാല്യൂ ആണെങ്കിലോ 80 × 10⁻⁻6 ആയിരുന്നല്ലോ. ഇതാ സീൻ്റെ വാല്യൂ 80 × 10⁻⁻6. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ കിട്ടും. അപ്പോൾ ഒമേഗേൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ഒമേഗേൻ്റെ വാല്യൂ 1/√5 × 8 എന്ന് പറഞ്ഞാൽ എത്രയായി? 400 അല്ലേ? 400ൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ വേണമെങ്കിൽ അപ്പോൾ തന്നെ ഷോർട്ടായിട്ട് എഴുതി വെക്കാം. ഇതൊന്ന് റബ്ബ് ചെയ്ത് കളയാം.
ഓക്കെ, അവിടെ നമ്മൾക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√400. √400 എന്ന് പറഞ്ഞാൽ 20 ആണ്. പിന്നെ 10⁻⁻6 റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 10⁻⁻3. ഈ 10⁻⁻3 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഇല്ലാതെ ഡയറക്റ്റ് ആൻസർ കിട്ടും. ബട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. 10⁻3/20 അപ്പോൾ 1000. 10⁻3 എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. 1000 ഡിവൈഡ് ബൈ 20. സോ ആൻസർ വിൽ ബി 100/2. 50 റേഡിയൻ പെർ സെക്കൻഡ് ആണ് അവിടെ ഒമേഗ കിട്ടുക. വേണമെങ്കിൽ അതിൽ നിന്ന് ന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ സീക്വൽ ടു ആരാണ് 2π ന്യൂ ആണ്. അപ്പോൾ ന്യൂ സീക്വൽ ടു ഒമേഗ/2π. ഇപ്പോൾ കിട്ടിയ വാല്യൂന്ന് 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂവും കിട്ടും. ഓക്കെ, നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചാലും അവിടെ മതിയാവും, വലിയ സീനൊന്നുമില്ല. ദെൻ ബി പാർട്ട് ചോദിക്കുന്നത് നമ്മൾക്ക് അവിടെ അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം, മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്, അതായത് I0 കണ്ടുപിടിക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് ചോദിക്കാനൊക്കെ നോക്കി. അപ്പോൾ റെസൊണൻസിൻ്റെ കേസിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്? റെസിസ്റ്റൻസിന് ഈക്വൽ. സോ ഒരു കാര്യമില്ല, നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. Z ഇസ് ഈക്വൽ ടു എത്രയാണ്? 40 ഓം ആണ്. കാരണം ക്വസ്റ്റ്യൻ സംസാരിക്കുന്നത് റെസൊണൻസുമായി ബന്ധപ്പെട്ടാണ്. ദെൻ അതിൽ തന്നെ ബി പാർട്ട് ചോദിക്കുന്നത്, ബി പാർട്ടിൽ അതിൻ്റെ കൂടെയുള്ളത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ I0 ആണ് കേട്ടോ. പീക്ക് വാല്യൂ, മാക്സിമം കറണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ I0 ആണ്. ഇൻഡയറക്റ്റ് ആക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ I0ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം V0 ഡിവൈഡഡ് ബൈ Z ആണ്. I0 എന്ന് പറഞ്ഞാൽ V0/Z കോംബ് വരുമ്പോൾ കേട്ടോ. കോംബ് വരുമ്പോഴാണ് ഇവിടെ Z വരിക. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ V0 തന്നിട്ടില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെറിയൊരു ട്രാപ്പ് അവിടെയുണ്ട്. നമ്മൾക്കുള്ളത് VRMS ഇവിടെ തന്നില്ലേ. അത് പറഞ്ഞാൽ V നോട്ട് ചെയ്യല്ല, VRMS തന്നു. VRMSൻ്റെ ഇക്വേഷൻ എന്താണ്? V0/√2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V0 കണ്ടുപിടിക്കാം. ഈ √2 ഇങ്ങോട്ട് എടുത്താലല്ലേ ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി ഒന്ന് റബ്ബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അവിടെ ഉള്ളത് I0 ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ I0 ഈക്വൽ ടു V0/Z എന്നാണ്. അപ്പോൾ V0 ഈക്വൽ ടു ആരാ? V0 എന്ന് പറഞ്ഞാൽ VRMSനെ ഇൻറ്റു √2 ചെയ്യണം, എന്നിട്ട് Z കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന VRMS എന്ന് പറഞ്ഞാൽ 230 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇൻറ്റു √2 ഡിവൈഡ് ബൈ Z എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ആൻസർ വരിക ഇത് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷനായിട്ട് എഴുതണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 23/4 ഇൻറ്റു √2. ഓക്കെ, ഇത്രയും ആംപിയർ ആണ്. ഏകദേശം ഒരു 8 പോയിൻ്റ് ഒക്കെ സംതിങ് ആൻസർ വന്നേക്കാം. ഓക്കെ, ഇതാണ് ബി പാർട്ട് വന്നത്. ഇനി സി പാർട്ട് എന്താണ്? നമ്മൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഈ മൂന്നാളുടെയും ക്രോസ് ഉള്ള വോൾട്ടേജുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ പാർട്ട് എന്തായിരുന്നു? ഫ്രീക്വൻസിയാണ്. ബി പാർട്ട് ഇംപിഡൻസും ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് I0 ആണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിച്ച I0 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സി പാർട്ട് പോവാം. സി പാർട്ട് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡക്ടർ, നമുക്ക് ആദ്യം ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? IRMS ഇൻറ്റു XL ആണ്. ഇതൊന്ന് ഓർമ്മിച്ച് നോക്കണം. നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ കറണ്ട് എന്താണ്? എഫക്റ്റീവ് കറണ്ട് ആയിട്ടുള്ള IRMS ഇൻറ്റു ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? XL. ഇതൊന്നും അറിയാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോൾ IRMS നമുക്ക് അറിയണം. തൊട്ടും നമ്മൾ കയ്യിലുണ്ടായിരുന്ന I0 ആണ്. ഓക്കെ, അതും കൂടി ഒന്ന് ചെയ്തേക്കാം. I0 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 23/4 ഇൻറ്റു √2. ദിസ് ഈസ് I0. എനിക്ക് വേണ്ടത് IRMS ആണ്. IRMS എന്ന് പറഞ്ഞാൽ എന്താ? I0 ഡിവൈഡഡ് ബൈ √2 അല്ലേ IRMS. അതായത് ഈ √2 ഒന്ന് കട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ IRMS ഈക്വൽ ടു ആരാണ്? 23/4 ആംപിയർ ആണ് IRMS വരിക. ക്ലിയർ ആണോ? അപ്പോൾ IRMS എത്ര? I0 എത്രയാണ്? 23/4 ഇൻറ്റു √2. ബട്ട് IRMS എത്രയാണ്? IRMS എന്ന് പറഞ്ഞാൽ √2 ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 23/4 ആണെന്ന് ഓർമ്മിച്ച് നോക്കണം. IRMS 23/4. അപ്പോൾ ഇവിടെ കൊടുക്കുക, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ IRMS എത്രയാണ്? 23/4 ഇൻറ്റു XL എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. XL എന്ന് പറഞ്ഞാൽ L ഇൻറ്റു ഒമേഗ. XL എന്ന് പറഞ്ഞാൽ എത്രയാണ്? L ഇൻറ്റു ഒമേഗ. ഇവിടെ L എത്രയാണ്? 5 അല്ലേ. 5 ഇൻറ്റു ഒമേഗേൻ്റെ വാല്യൂ 50 ആണ്. ചെയ്ത് നോക്കുക. ഇത്രയും വാല്യൂ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റഫായിട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 1437.5 വോൾട്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമുക്കൊന്ന് കൺഫേം ആക്കണം, ചില തെറ്റുകളൊക്കെ വന്നേക്കാം. ഓക്കെ, അപ്പോൾ IRMSൻ്റെ XL ഈക്വൽ L ഒമേഗ. Lൻ്റെ വാല്യൂ 5 ഹെൻറി ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒമേഗ 50 ആണ് നമ്മൾ ആദ്യം ഈ ക്വസ്റ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 1437.5 വോൾട്ടാണ് എനിക്ക് ഇൻഡക്ടറിന് അക്രോസ് കിട്ടുന്നത്. ഇനി കപ്പാസിറ്ററിന് അക്രോസ് കണ്ടുപിടിക്കാം. കപ്പാസിറ്റർ അക്രോസ് ആണെങ്കിൽ എന്ത് വരും? IRMS ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? XC. ദാറ്റ് ഈസ് IR
IRMS ഇൻറ്റു എക്സ് സിൻ്റെ വാല്യൂ നമുക്കറിയാം. എക്സ് സിൻ്റെ വാല്യൂ ആരാണ്? 1/c ഒമേഗ. അപ്പോൾ IRMS തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചതാണ് 23. നിങ്ങൾ പോസ് ചെയ്ത് എല്ലാം ഒന്ന് കണ്ടു വന്നാൽ മതി. ഇൻറ്റു 1/c ഒമേഗ. സിൻ്റെ വാല്യൂ 80 മൈക്രോ ഫാരഡ് നമ്മൾ ആദ്യം എഴുതി. ദാറ്റ് ഈസ് 80 × 10⁻⁻6 ഇൻറ്റു ഒമേഗ 3 ആണ് ഈ ക്വസ്റ്റിൽ കണ്ടുപിടിച്ചു 50. ഈ വാല്യൂ ഞാൻ ചെയ്തപ്പോൾ കാരണം എന്താ പറയുക, എനിക്ക് അതിൻ്റെ കൂടെ പ്രൂവ്ഡായിട്ടും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ കപ്പാസിറ്റർ LC ആകുന്ന സമയത്ത് വോൾട്ടേജ് 0 ആണ് റെസൊണൻസിൽ എന്ന് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, എനിക്കിവിടെ കപ്പാസിറ്റർ കേസിൽ കിട്ടുന്ന വോൾട്ടേജ് 1437.5 വോൾട്ട് എന്ന് പറയുന്ന തൊട്ടുമുമ്പ് ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടായിരുന്ന അതേ വോൾട്ടേജ് തന്നെയാണ് കപ്പാസിറ്റർ അക്രോസ് കിട്ടുന്നത്. കാരണം എന്താ, റെസൊണൻസിൽ VL ഉം VC യും എന്താണെന്നുള്ള കോൺസെപ്റ്റാണ് അവിടെ ഉറപ്പിക്കുന്നത്. VL = ആരായിരിക്കും? VC. ഓർമ്മിച്ചോ മക്കളെ? റെസൊണൻസിൽ XL = XC ആണെന്നുള്ള ബേസിക് കണ്ടീഷൻ, ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയില്ലേ. അപ്പോൾ XL = XC ആകുന്നുണ്ടെങ്കിൽ ഷുവർലി VL = ആരായിരിക്കും? VC. ദാറ്റ് മീൻസ് ഇൻഡക്ടറിനും കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിട്ടുണ്ടാകും? 0. ദാറ്റ് മീൻസ് രണ്ടാൾക്കും അക്രോസ് ഒരേ വോൾട്ടേജ് ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും എന്താ. ഓക്കെ, അതും കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞില്ല, ബട്ട് അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. അത് റെസിസ്റ്ററിൻ്റെ കേസ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? IRMS ഇൻറ്റു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള R. അപ്പോൾ IRMS 23/4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ 40 ആണ് നമുക്കറിയാം. ഇത് ഇവിടെ തന്നെ കട്ട് ചെയ്ത് ഇവിടെ 10 ആണ്. 23 × 10. സോ ആൻസർ വിൽ ബി റെസിസ്റ്റർ അക്രോസ് വോൾട്ടേജ് എത്രയായിരിക്കും? 230 വോൾട്ട്. ഓക്കെ, ഇതാണ് മക്കളെ ACയിലെ 8 NCERT ക്വസ്റ്റ്യൻസ്. ഈ 8 ബോർഡ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ 8 ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ അവസാനം വരുന്ന 7.7ഉം 7.8ഉം കുറച്ചും കൂടി ഒരു ചെയ്യാനും 7.8 ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒന്ന് ചെയ്യാനുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ഫ്രീക്വൻസിൻ്റെ ഭാഗമൊക്കെ ഒഴിവാക്കരുത്. ഒമേഗ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനൊക്കെ നന്നായിട്ട് പഠിക്കണം. ഒമേഗ = 1/√LC എന്നുള്ള ഇക്വേഷനൊക്കെ മസ്റ്റ് സ്റ്റഡിയാണ്. അതുപോലെ AC വോൾട്ടേജ് റെസിസ്റ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് IRMS, ഇൻഡക്ടർ അപ്ലൈ ചെയ്യുമ്പോൾ IRMS, കപ്പാസിറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് IRMS, LCRൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് IRMS. ഈ 4 കോൺസെപ്റ്റും റെസിസ്റ്ററിൻ്റെ ഈ റെസൊണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്തുള്ള ഫ്രീക്വൻസിയും ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ACയിൽ നിന്ന് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുക. എന്താ ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം മക്കളെ. ഫുൾ മാർക്ക് സമയമില്ല ഫുൾ മാർക്കാണ് ചെയ്യുമെങ്കിൽ ഷുവർലി NCERT എക്സസൈസ് ബോർഡ് എക്സാം വരുന്ന തലത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ACയിലെ എല്ലാ ക്വസ്റ്റ്യനും ബോർഡ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെയാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് EM വേവ്സുമായിട്ട് NCERTയിലെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല എക്സാം ആവട്ടെ എല്ലാവർക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.